ഇന്ന് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ 3 ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ രാമപുരത്തെ ക്ഷേത്രമാണ് പറഞ്ഞത്. രാമപുരം ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ അതിലെ ബാക്കി 3 ക്ഷേത്രങ്ങളെ കൂടിയാണ് പരിചയപ്പെടുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കരിഞ്ചാപ്പാടി ഭരതക്ഷേത്രം, മലപ്പുറം. നാറാണത്ത് ഗ്രാമാതിർത്തിയിൽ നിന്നും 1.5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി കരിഞ്ചപ്പാടി എന്ന പ്രദേശത്താണ് ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിറയും കാടും കൂടി ചേരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ചെറക്കാട് എന്നും അറിയപ്പെടുന്നു. ചിറക്കാട് എന്നും മൊഴിഭേദമുണ്ട്. മറ്റ് 3 ക്ഷേത്രങ്ങളും പുഴുക്കോട്ടിരി പഞ്ചായത്തിലാണെങ്കിൽ ഈ ക്ഷേത്രം കുറവ പഞ്ചായത്തിലാണ്. മൂന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിൽ പടിഞ്ഞാറ് ദർശനമായുള്ള ലക്ഷ്മണ ക്ഷേത്രമാണ് ഉള്ളത്. വിശ്വാമിത്ര മഹർഷി ഇവിടെ തപസ് ചെയ്തിരുന്നു എന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തിന് 2 നേരം വിളക്ക് വെക്കുന്ന പതിവ് ഇവിടെയുണ്ട്. അയോധ്യാനഗർ ക്ഷേത്രമെന്നും ഇത് അറിയപ്പെടുന്നു. ടിപ്പു സുൽത്താൻ ഈ പുരാതന ക്ഷേത്രം പൂർണ്ണമായും നശിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ശ്രീകോവിൽ പുതുക്കി പണിതിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിലോ വട്ടശ്രീകോവിലിലോ ലക്ഷ്മണമൂർത്തിയുണ്ട്. ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിൽ ക്ഷേത്രത്തിലെ ഏറ്റവും അനുകൂലമായ ദിവസം രാമപുരത്തെ തന്നെ പ്രസിദ്ധമായ ഒരു ഭഗവാൻ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അവസാന ക്ഷേത്രം എന്ന് പറയുന്നത് നാറാണത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ശത്രുഘ്നനായി സമർപ്പിച്ചിരിക്കുന്ന നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രം കോഴിക്കോട് ദേശീയപാതയിൽ നാറാണത്ത് എന്ന സ്ഥലത്താണ് ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ ശത്രുഘ്നനെ ചതുര ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നാറാണത്ത് പുഴയുടെ തീരത്ത് ക്ഷേത്രം ഇവിടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. നാറാണത്ത് പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. എത്തിച്ചേരാനുള്ള വഴി: രാമപുരം ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് മാറി കോഴിക്കോട്ടേക്ക് പോകുന്ന ദേശീയപാതയിൽ നാറാണത്ത് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 100 മീറ്റർ അകലെയാണ് ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം: ലക്ഷ്മണ ക്ഷേത്രത്തിന് സമീപമുള്ള പനങ്ങാങ്ങര ശിവക്ഷേത്രം ഈ പ്രദേശത്തെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായി കരുതുന്നു. ദുർവാസാവ മഹർഷിയുടെ തപോഭൂമിയാണ് ഈ പ്രദേശമെന്നുള്ളതും വിശ്വാസമുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും തുടർന്ന് ലഹളകാലങ്ങളിലും ഈ ക്ഷേത്രങ്ങളിൽ നിരവധി തവണ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇതോടെ നാലമ്പലത്തിലെ 4ാമത്തെ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടെ അവസാനിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൈറ്റിൽ സന്ദർശിച്ചാൽ ചിലപ്പോൾ കിട്ടും. കാരണം ഇതിനകത്ത് ഐതിഹ്യവും ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെവിടെയാണെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ വഴിപാടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ണൂർ ജില്ലയിലെ നീർവേലി ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.